നിമിഷ തെറിവിളി കേൾക്കുന്നു. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറേ നേരം കിടന്ന് കണ 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 കണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിനാണോ വിളിച്ചത്? നിങ്ങൾ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിനാണോ വിളിച്ചത്, അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണോ വിളിച്ചത്? നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ? അങ്ങനെയല്ല ചോദിച്ചത്. പിന്നെ നീ എന്ത് ഉണ്ടാക്കിയെന്നാ ഈ പറയണത്? ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്നൊരു മര്യാദയുണ്ട്. നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞ വലിയ സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു. ഒരു താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്. നല്ല അടിപൊളി ഇൻ്റർവ്യൂ. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ആ പെങ്കൊച്ചിന് മര്യാദയ്ക്ക് ഇരിക്കാറായി. എന്നിട്ട് കിടന്ന് മൂങ്ങുന്നു. എന്തിനാണ് ഇങ്ങനെ പിന്നെ വിളിച്ചു വരുത്തുന്നെങ്കിൽ മര്യാദയ്ക്കുള്ള ചോദ്യം ചോദിച്ച് പറഞ്ഞു വിടണം. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ വിളിച്ചു വരുത്താതിരിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഭയങ്കര താരമായി മാറിയിരിക്കുകയാണ് നിമിഷ ബിജു. ഇവരൊരു സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരിയായിരുന്നു. മുണ്ടക്കയംകാരിയാണ്. റബ്ബർ വെട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. എപ്പോഴോ അവരുടെ മനസ്സിൽ അഭിനയ മോഹം കയറി. പക്ഷേ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല അമ്മാതിരി രീതിയിലുള്ള വീഡിയോകളാണ് പുള്ളിക്കാരത്തി ചെയ്യുന്നത്. അതിന് യാതൊരു കൂസലുമില്ല. നല്ല തൊലിക്കെട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര തൊലിക്കെട്ടിയാണ്. ഒരു പെണ്ണിന് അത്രയ്ക്കില്ലാത്ത സൈസൊരു വല്ലാത്ത ജാതി തൊലിക്കെട്ടിയ. ഇതിന് കട്ട സപ്പോർട്ടായിട്ട് ഭർത്താവും. പല സമയങ്ങളിൽ ഓർക്കുന്നുണ്ട് ഇയാൾ എന്തൊരു കിഴങ്ങനാണെന്ന്. കാരണം അങ്ങനെയാണ് അവരുടെ വീഡിയോയിലെ വരവും പോകും. കുട്ടികളുണ്ട്, കുടുംബമുണ്ട് എന്നൊന്നുമില്ല. പുള്ളിക്കാരത്തിക്ക് റീച്ച്. തൊട്ടടുത്തുള്ള ഒരു തോട്ടിപ്പോയുള്ള കുളിസീൻ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയോട് ചോദിച്ചപ്പം അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ളം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹരമാണ്. വെള്ളം കണ്ടാൽ നമ്മളപ്പോൾ ചാടും എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അങ്ങനത്തെ സൈസ് വർത്താനമാണ്. എന്തും വെട്ടി തുറന്നു പറയും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് വന്ന് ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുമ്പോൾ മര്യാദയ്ക്ക് ചോദിക്കണം. മര്യാദയ്ക്ക് ഇൻ്റർവ്യൂ നടത്തിയിട്ട് വീട്ടിൽ പോകാൻ നോക്കണം. അല്ലെങ്കിൽ ഇവരോടൊന്നും ഇൻ്റർവ്യൂ നടത്താതിരിക്കണം. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ടിപ്പോൾ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞ് മോന്തക്കിട്ട് കിട്ടിയോ ഇല്ലയോ എന്തോ ആവോ. എന്തായാലും കുട്ടി കിടന്ന് കരയുന്നുണ്ട്. ഇനി അതോ റീച്ചിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ഒത്തോണ്ട് ചെയ്ത കളിയാണോ എന്നും അറിയാൻ പറ്റില്ല. എന്തായാലും ഈ വീഡിയോ നല്ല വൈറലായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരത്തിക്ക് ഒരു സിനിമയിൽ നായികയായിട്ടൊക്കെയുള്ള വേഷം വന്നു. അത് സന്തോഷ് പണ്ഡിറ്റിൻ്റെ. അതിലെ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ വേഷം ഭയങ്കരം വേഷം തന്നെയാണ്. തൻ്റെ മക്കളുടെ കാമുകനുമായിട്ട് അവീതം പുലർത്തുന്ന ഒരു അമ്മ. നല്ല ബെസ്റ്റ് റോള്. എന്തായാലും അവനവൻ്റെ ഇതനുസരിച്ചുള്ള ലെവലിനനുസരിച്ചുള്ള രീതിയിലുള്ള വേഷങ്ങളായിരിക്കുമല്ലോ കിട്ടുക. അത്രയും ഇത് താഴെ ലെവലിലേക്കാണ് വരുന്നത്. പുള്ളിക്കാരത്തിയുടെ വീഡിയോകൾ കാണുമ്പോൾ ശരിക്കും ഒരുമാതിരി എന്താ, കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ പോലും ഇല്ലാതെ ഉള്ള വീഡിയോസ്. അവരുടെ ജീവിതമാർഗമാണ് എന്നൊക്കെ പറയാം. എന്നാലും നമുക്ക് ഇത് കാണുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ പോരെ, എന്തിനാ ഇത് കാണുന്നത് എന്ന് ചോദിക്കാം. പക്ഷെ നമ്മൾ മാത്രമല്ല ഇത് കാണുന്നത്, പല ആൾക്കാരും കാണുന്നുണ്ടെന്ന്, ചെറിയ കുട്ടികൾ വരെയും കാണുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം. ഇത് കഴിഞ്ഞ ദിവസം മിക്ക ഇതിലും പുള്ളിക്കാരത്തി കുട്ടി ഉടുപ്പുകളാണ് ഇടുന്നത്. എന്നിട്ട് ആ കുട്ടി ഉടുപ്പിനെ കുറിച്ച് ആളുകൾ പറഞ്ഞ വിമർശനത്തിനെതിരായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഭർത്താവുമായിട്ട് പോയി പരാതി നൽകി. കാണിക്കുന്നതിന് കുഴപ്പമില്ല, പരാതിപ്പെടുന്നതിനാണ് കുഴപ്പം. ആളുകൾ എന്നാ പൊട്ടന്മാരാണോ അതോ കണ്ണടച്ചു വെച്ചിരിക്കുവാണോ? ഇവർ കുട്ടി ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്നിരിക്കുമ്പം എന്താ നമ്മൾ കണ്ണടച്ചിരുന്ന് കാണുകയാണ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ചെറുപ്പക്കാരായ ആണുങ്ങളുണ്ട്. അവരൊക്കെ ചിലപ്പം പറഞ്ഞെന്നിരിക്കും. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഡ്രസ്സ് ഇട്ട് തന്നെ വരിക വേണം. പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ നല്ല ചുരിദാറും ടോപ്പും ഷാളും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതറിയാൻ പറ്റും. അപ്പോൾ റീച്ച് കിട്ടണം, വ്യൂസ് കിട്ടണം, സബ്സ്ക്രൈബർ കിട്ടണം. അങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി അന്നേരം ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കമൻറ്റുകൾ വരികയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാതിരിക്കണം. അതുപോലെ തന്നെ പുള്ളിക്കാരത്തി ഒരു 12 മണിയാകുമ്പോൾ ഒരു 1.5 വരവുണ്ട് ലൈവ്. എത്രയാ വ്യൂസ്? ഇതുപോലൊരു വ്യൂസ് കിട്ടുന്ന ലൈവ് ഇല്ല.
മില്യൺ വ്യൂസൊക്കെയാണ്. ആ സൈസ് രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല പുള്ളിക്കാരത്തി നല്ല തരിപ്പി വന്നിരുന്ന് ഹലോ ഹായ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കിന് ചെറുപ്പക്കാർ വന്നിരിക്കും. 12 മണിയല്ല, 1 മണിയല്ല, 2 മണി വരെയും ചിലപ്പോൾ ഇരിക്കും. അതുപോലത്തെ വ്യൂസാണ്. ഞാനൊരു ലൈവ് നോക്കി ശ്രദ്ധിച്ചു. അപ്പോൾ മില്യൺ വ്യൂസൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ലൈവാണ് ചെയ്യുന്നത്. നമുക്ക് ലിമിഷ ചേച്ചിയുടെ ലൈവ് ഒന്ന് കണ്ടു നോക്കാം. ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ആരുമില്ലേടേ. ഈ സൈസ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ആളുകൾ നോക്കാതിരിക്കും? ആ സൈസുള്ള ഡ്രസ്സല്ലേ. പുള്ളിക്കാരത്തി ഓർക്കുന്ന പ്രായം തീരെ കുറവാണെന്നാ. ഇതിനെക്കുറിച്ച് ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്. ഈ ചെറിയ ഡ്രസ്സ് ഇടുന്നതിനെക്കുറിച്ചും ജൂനിയർ ഷക്കീല എന്നാണല്ലോ നിങ്ങളെ വിളിക്കുന്നത്. അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ഷക്കീല അമ്മയെ എനിക്ക് ഭയങ്കര ആരാധനയാണ്. എനിക്കതിനെന്താ യാതൊരു കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതി യാതൊരു കൂസലുമില്ല. അത് നല്ല തൊലിക്കെട്ടിയോടുകൂടിയാണ് ഇവർ സംസാരിക്കുന്നത്. അത്രയ്ക്കും തൻ്റെ ഇടമാണ് പുള്ളിക്കാരത്തിക്ക്. മക്കൾക്ക് കുഴപ്പമാകുകയില്ലെന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ ഫാമിലി യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പിന്നെ എന്താ അത്ര പ്രശ്നം, ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്തായാലും കുഴപ്പമില്ലാതെ മുൻപോട്ട് പോകട്ടെ. പിന്നെ കുട്ടിയുടുപ്പും ചില വീഡിയോസ് കാണുമ്പോൾ കമൻ്റ് ഇടാതിരിക്കുകയല്ല, കമൻറ്റ് സെക്ഷൻ ഇല്ലാതിരിക്കില്ലല്ലോ. എന്തായാലും ആളുകൾ പറയും. അതിന് യാതൊരു എതിർപ്പും കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല.